ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴയകാല സ്നാക്കുമായിട്ടാണ്. അണ്ടിപ്പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും അതുപോലെ തന്നെ വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. ആദ്യം വേണ്ടത് ഒരു 50 ഗ്രാം അളവിൽ നെൽക്കടലയാണ്. അതുപോലെ ഒരു 1/2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 50 ഗ്രാം അളവിൽ തന്നെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായി ചൂടായതിന് ശേഷം നമുക്കിത് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കണം. ആദ്യം ഇവിടെ നെൽക്കടല ആഡ് ചെയ്യാണ്. സോ ഇത് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. എണ്ണ പാരാതെയാണ് റോസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നമ്മുടെ നെൽക്കടല ഇവിടെ അത്യാവശ്യം റോസ്റ്റായി വന്നിട്ടുണ്ട്. സോ നമുക്കത് ഒരു പാനിലിട്ട് മാറ്റാം. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അണ്ടിപ്പരിപ്പും ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബ്രൗണിഷ് കളറൊക്കെ ആവുന്നത് വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. കാരണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇതേ ഇപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും നെൽക്കടലയും നന്നായി റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ അരി വറുത്തെടുക്കുക എന്നുള്ളതാണ്. ഇതും നമ്മൾ പണ്ട് കാലത്ത് ഒരു സ്നാക്കായിട്ട് യൂസ് ചെയ്തിരുന്നു അല്ലേ. ചായക്കൊക്കെ അരി വറുത്ത് കഴിക്കുക എന്നുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അരി ഇതുപോലെ നന്നായിട്ട് പൊട്ടി വരും. ഒരു ബ്രൗണിഷ് കളറാവുന്നത് വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ മൂന്നും സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് നെൽക്കടല പൊടിച്ചത് ആഡ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ അരി വറുത്ത് വെച്ചിട്ടില്ലേ, അത് പൊടിച്ചത് ആഡ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് പൊടിച്ചതും ആഡ് ചെയ്യാം. ഇത് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഒന്നിച്ച് പൊടിക്കുമ്പോൾ നമുക്ക് അതൊരു ഫൈൻ പേസ്റ്റായിട്ട് ഫൈൻ പൗഡറായിട്ട് കിട്ടില്ല. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരയാണ്. അത് മധുരത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ഫുൾ ശർക്കര, അതുപോലെ ഒരു 1.5 ശർക്കരയും പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചെരുവിയതും ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് മൂന്നും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഉരുട്ടാവുന്നൊരു പരുവായി കിട്ടില്ല, കാരണം ഇതിൽ വാട്ടർ കണ്ടൻറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് പൊടിക്കുമ്പോൾ തേങ്ങയുടെ ആ ഒരു വാട്ടർ കണ്ടൻറ്റും എല്ലാം ഈ ഒരു മിക്സറിലേക്ക് നന്നായിട്ട് ഇറങ്ങും. ഇതിപ്പോൾ ഞാൻ മിക്സിയുടെ ഗ്രൈൻഡറിൽ പൊടിച്ച് വെച്ചതാണ്. നന്നായിട്ട് നല്ല റോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിൽ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. സോ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇത് ആ ഒരു ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. സോ ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള അണ്ടിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഗാർണിഷിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പെല്ലാം വെച്ച് സെറ്റാക്കുന്നുണ്ട്. സോ എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്.